ഹലോ, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ടു വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അങ്ങനെ പറയാം. വേറെ പരിപാടികളൊക്കെ ഉണ്ട്. താഴെ പോയിട്ടില്ല. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ മുടിയൊക്കെ അയച്ചിട്ട് യക്ഷയെ പോലെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പരീക്ഷ നമ്മുടെ ഈ മുടിയിലാണ്. കാരണം വെച്ചാൽ യക്ഷി മുടിയൊക്കെ അയച്ചിട്ടാണോ നടക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ടിടത്തോളം കാലം നമ്മുടെ യക്ഷിയെല്ലാം മുടി അയച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അത് പോട്ടെ. അപ്പം ഞാനിന്ന് ഈ മുടിയിലൊരു പരീക്ഷണം നടത്താൻ പോവാണ്. ഈ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം പാർലറിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് കുറേ ക്യാഷ് ചിലവാകും അല്ലേ. ഞാൻ എൻ്റെ മുടിയിൽ ഒറ്റൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ കെരാറ്റിനല്ല, നമ്മുടെ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം അതിന് കുറേ ക്യാഷ് ആകും. അതുകൊണ്ട് തന്നെ ഇപ്പം കെരാറ്റിൻ ട്രീറ്റ്മെന്റ് പിന്നെ ഞാൻ പാർലറിലോട്ട് പോയിട്ടില്ല കേട്ടോ, അതോടെ നിർത്തി പാർലറിൽ പോക്ക്. പിന്നെ സ്പായൊക്കെ ചെയ്യാൻ ഇടയ്ക്കെങ്ങാനും പോയാലായി അതേയുള്ളൂ. അപ്പം ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ട് നമ്മുടെ വീട്ടിലിരുന്നാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് വെച്ചാൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാം വെണ്ടയ്ക്ക ഉപയോഗിച്ച്. അപ്പം ഞാൻ കരുതി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. ഈ മുടിയിലാണ് ഇന്ന് പരീക്ഷണം നടത്താൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇപ്പം 2 വർഷത്തിന് മുന്നാണ് സ്മൂത്തണിങ് ചെയ്തത്. അത് സ്മൂത്തണിങ് ഒക്കെ മാറിയത് എന്നെ സ്വന്തം മുടിയായിട്ട് കളിച്ചതാണ്. ബാക്കി ഇത്രയും അതിൻ്റെ ഒരു സ്മാരകമായിട്ട് കിടക്കുന്ന മുടിയാണ് ഇത്. ഇതിപ്പോൾ എനിക്ക് വെട്ടിക്കളയാൻ തോന്നിയില്ല, അതങ്ങനെ കിടക്കട്ടെ നോക്കി, എപ്പോഴെങ്കിലും അതിന് ജീവൻ വെക്കുമായിരിക്കും. എന്നാലും ഇത്ര എൻ്റെ മുടി തന്നെയാണ്, പഴയ മുടി തന്നെ. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് അവർ പറയുന്ന കൊണ്ട് നമ്മുടെ മുടി സ്മൂത്ത് ആകുമോ അതോ എന്ന് വെച്ചാൽ നമ്മൾ പാർലറിൽ പോയി ട്രീറ്റ്മെന്റ് കെരാറ്റിൻ ചെയ്യുന്ന പോലെ കിടക്കുമോ അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പോൾ ഫെയിലാവും, ചിലപ്പോൾ സക്സസ് ആവും. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറേ വീഡിയോസ് സക്സസ് ആയത് കിടക്കുന്ന കണ്ടു. അപ്പം നമുക്കിതിപ്പം ഏതാണെങ്കിലും സക്സസ് ആയാലും ഫെയിലായാലും ഞാൻ അതിനെ ജെനുവനായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് പോയി എങ്ങനെയാ ചെയ്യുന്നത്. അന്നേരം നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുക്കണം. അത് 5-6 എടുത്താൽ മതി കേട്ടോ. വെണ്ടയ്ക്ക എടുത്തിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അത് നല്ലപോലെ അരിയിടാൻ. നമ്മുടെ മുടിക്ക് എത്ര ഉള്ളുണ്ട് നീളം ഉള്ളതിനനുസരിച്ചാണ് വെണ്ടയ്ക്ക എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുടിയുള്ളവർ കുറച്ചെടുത്താൽ മതി. എനിക്കാണെങ്കിൽ കൂടുതലായിപ്പോയി കേട്ടോ. ബാലൻസ് ചെയ്യാൻ കളയുക ചെയ്തത്. അത് നമ്മൾ നല്ലപോലെ കഴുകി ഇതിങ്ങനെ അരിഞ്ഞ് അതൊരു പാത്രത്തിനകത്തിലോട്ട് നമ്മളതിട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് തിളപ്പിക്കണം. വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇത് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ വലിയ ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇച്ചിരി കൂടിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഞാൻ കളയുക വെച്ചത്. കുറച്ചെടുത്താൽ മതി, കുറച്ച് മുടിയുള്ളവർ കുറച്ചെടുത്താൽ മതി. നമ്മുടെ മുടിയുടെ നീളത്തിനാണ്. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അത് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. അത് നമ്മൾ നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. നല്ല രീതിക്ക് ഒരു 10-15 മിനിറ്റ് തിളക്കണം. നമുക്ക് മനസ്സിലാവും തിളച്ചിട്ട് അതിങ്ങനെ കുറുകി വരും. നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ടാക്കുമല്ലേ, ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തിളച്ച് വരും. ആ ഒരു പരുവമാകണം. ഇതിപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് കുറേ ടൈം വേണ്ടി വരും കേട്ടോ. 1/4 മണിക്കൂർ വേണ്ടി വരും. മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയ പണിയല്ല. പിന്നെ ഞാനിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത്രയും ചെയ്ത് നോക്കുന്നത്. അത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അത് നമ്മൾ മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം വേണം വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ആ വെണ്ടയ്ക്ക തിളപ്പിച്ച വെള്ളം കളയരുത്. അത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്.
ഈ വെണ്ടയ്ക്ക നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരയണേ. നല്ലപോലെ അരച്ച് വരുമ്പോൾ നമുക്ക് മറ്റേ താളിയൊക്കെ റെഡിയാക്കൂല്ലേ, ചെമ്പരത്തിയുടെ ആ ഒരു ഇതിൽ കിട്ടും. ഈ പാക്ക് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കരുതും കഴിഞ്ഞെന്ന്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത പണി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഒരു കോൺഫ്ലവർ എടുക്കണം. കോൺഫ്ലവർ എടുത്തിട്ട് ഇത് ഫുള്ളൊന്നും ആഡാക്കണ്ട, മിക്സ് ചെയ്യേണ്ട. അതിനകത്തോട്ട് നമുക്കൊരു 1.5 ടീസ്പൂണൊക്കെ മതി. അത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതിനകത്ത് കട്ട പിടിച്ച് നല്ല രീതിക്ക് മിക്സ് ആവില്ല, കട്ട പിടിച്ചിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ അതിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പാക്കിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് വെണ്ടയ്ക്ക് വേവിക്കാൻ വെച്ച വെള്ളമാണ്, അത് കളയരുതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ആ വെള്ളത്തിനകത്തിലോട്ട് വെണ്ടയ്ക്ക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്കായും ചേർക്കണം. മറ്റേ നമ്മുടെ കോൺഫ്ലവറും മിക്സാക്കി വെച്ചിരുന്ന ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ല രീതിക്ക് വേവിക്കാൻ ഒന്നും കൂടെ തിളപ്പിക്കാൻ വെക്കണം. തിളപ്പിച്ച് നമ്മളിൽ കുറുക്കം ഉണ്ടാക്കുമല്ലോ കുഞ്ഞു പിള്ളേർക്ക്, അതൊക്കെ താവണം കേട്ടോ. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ. ഹലോ, അപ്പം നമ്മൾ പാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണോ അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അന്നേരം നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുടിയുടെ കോല ഇതാണ്. കാരണം എനിക്ക് വലിയ സ്മൂത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഒറ്റൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടി കിടക്കൂല്ലേ, ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. സ്മൂത്തൊന്നും ആയില്ല, എൻ്റെ മുടിയെ തൊടുന്നോട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ സ്മൂത്തിനൊന്നും ആയില്ല. പിന്നെ ഒരുപാട് വാങ്ങുവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഇനി ഒറ്റ യൂസ് കൊണ്ട് ഇതിങ്ങനെ ആവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്നാലും നോക്കാമെന്ന് കരുതി. കാരണം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണ്ടല്ലോ, ഷാമ്പൂവിന് വേറെ ഒരു നല്ലൊരു ഇതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് മടിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ ഇത് കുറേ ചെയ്യണം. ഒരു 1/4 മണിക്കൂർ ഞാൻ എൻ്റെ പുറകെ നടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് തേച്ചിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, മടി പിടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മടി കൂടുതലാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചെയ്ത് നോക്കിയ കാര്യമാണ്. പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും മാറ്റം തോന്നുന്നില്ല. എൻ്റെ മുടി അതുപോലെ തന്നെ, അത്രയേ ഉള്ളൂ. പിന്നെ ഷാമ്പു ഇടേണ്ട ആവശ്യം വരില്ല. നമ്മളിപ്പോൾ എണ്ണ വരട്ടിലാണെങ്കിലും മുടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഷാമ്പു വരട്ടേണ്ട ആവശ്യം വരില്ല. ഷാമ്പു ചെയ്ത് കിടക്കുന്നോട്ട് എണ്ണ ഒക്കെ പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം എണ്ണ വരട്ടിയിട്ടുണ്ടായിരുന്നു. എണ്ണ വരട്ടിയിട്ട് ഇതിട്ട് കഴിയുമ്പോൾ ഷാമ്പു ചെയ്തിട്ട് കിടക്കുന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുടിക്ക് നീളം വെക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. ഇതിപ്പോൾ ഒറ്റ യൂസ് ആയതുകൊണ്ടായിരിക്കും ഇതിന് വലിയ മാറ്റം എനിക്ക് തോന്നാത്തത്. ഒറ്റ യൂസിൽ എന്തായാലും പാവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഞാൻ ഇതെല്ലാം അതുമായിട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ഇത് വാഷ് ചെയ്യുന്നത്. എന്നിട്ട് ഇട്ടേക്കുള്ളൂ കേട്ടോ. എനിക്കൊന്നും തോന്നില്ല. എന്തായാലും ആഴ്ചയിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാതെ കരുതുന്നു. മടിയില്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും യൂസ് ചെയ്ത് ഞാൻ നോക്കും. കാരണം മുടി കൊഴിച്ചിൽ എനിക്ക് ഉണ്ട്. അന്നേരം മുടി കൊഴിച്ചിലെല്ലാം മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെയാണ്. എന്നാലും ഞാൻ മുടിയുടെ ഒരു
ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ, യൂസ് ചെയ്യുന്നതിന് ശേഷം ഉള്ളത്. അതെന്തായാലും ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. എന്നാലും നിങ്ങളൊന്ന് കാണും. എനിക്ക് വലിയ മാറ്റമായിട്ടൊന്നും തോന്നിയില്ല, ചെറിയ എന്തോ ഒരു മാറ്റം അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.